ഹലോ അസ്സലാമു അലൈക്കും. എടാ, നമുക്ക് 10ാം ക്ലാസ് അറബി പരീക്ഷയിൽ സ്ഥിരമായി വരുന്നൊരു ക്വസ്റ്റ്യനാണ് ജംഉകൾ എഴുതാനുള്ളത്. ഓക്കെ, ജംഉകൾ 2 തരത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് എക്സാമിനുള്ള ചോദിക്കും. 3 തരത്തിലുള്ള ജംഉകളുണ്ട്. നിങ്ങൾക്ക് ചോദിക്കുന്ന ഇങ്ങനെ പൂരിപ്പിക്കുക, ബോക്സ് ഒന്ന് പൂരിപ്പിക്കാനുള്ളത് 2 തരത്തിലുള്ള ജമ്മാണ്. ഒന്ന് മുദക്കറായിട്ടുള്ള ജമ്മു എന്ന് പറയും. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമായിട്ടുള്ള ജമ്മു അല്ലേ. മറ്റൊന്നാണ് മുഅന്നസ് ആയിട്ടുള്ള ജമ്മു. എങ്ങനെയാണ് മുദക്കറും മുഅന്നസും തിരിച്ചറിയാം? ഓക്കെ, മുദക്കർ എന്ന പുല്ലിംഗമായിട്ടുള്ള അല്ലേ, മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുല്ലിംഗം അല്ലേ, പുല്ലിംഗമായിട്ടുള്ള ജമ്മ എങ്ങനെ തിരിച്ചറിയാം? അത് തിരിച്ചറിയേണ്ടത് ഈ അവസാനത്തിൽ എന്തുണ്ടാവില്ല, ഈ താ ഉണ്ടാവില്ല. ഈ താ ഇല്ലാത്ത വാക്കുകളായിരിക്കും എന്ത്, മുദക്കർ. ഇവിടെ ഉണ്ട് ലാഇബുൻ, ഖാദിമുൻ, ജാലിസുൻ, മുഅ്മിനുൻ. ഇതൊന്നും അവസാനിക്കണം എന്തിലല്ല, ഈ തായിലല്ല. അതുകൊണ്ട് അതൊക്കെ മുദക്കറായിരിക്കും. ഇനി മുഅന്നസ് എന്താടാ? മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. സ്ത്രീലിംഗം. ഓക്കെ, സ്ത്രീലിംഗത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കടാ? സ്ത്രീലിംഗത്തിന് പ്രത്യേകത എന്തായി? സ്ത്രീലിംഗം അല്ലേ. മുഅന്നസ് സ്ത്രീലിംഗം. പ്രത്യേകത എന്തായിരിക്കും? അതിന് അവസാനിക്കുന്നത് ഈ താ ഉണ്ടായിരിക്കും. ഈ താ കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, അത് അവസാനിക്കുക. നിങ്ങൾ നോക്കി, ലാഇബത്ത്, ഖാദിമത്ത്, ജാലിസത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകണം. ആദ്യം എന്ത് ചെയ്യാം, ഈ പുല്ലിംഗമായിട്ടുള്ള ഈ തായിൽ ഈ താ ഇല്ലാതെ അവസാനിക്കുന്ന വാക്കുകളുടെ ജംഉ കണ്ടെത്താൻ നമ്മൾ എങ്ങനെയെന്നുള്ളതാണ്. ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ വാക്കിൽ അവസാനിക്കാത്ത വാക്കുകളുടെ ജംഉ കണ്ട. അപ്പോൾ ഇവിടെ ഖാദിമുൻ അല്ലേ, ഖാദിമുൻ. ഈ തായിൽ പുല്ലിംഗമായിട്ടുള്ള വാക്കാണല്ലോ. അതിൻ്റെ ജംഉ കിട്ടാൻ വളരെ സുഖമാണ്. എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂടെ നിങ്ങൾ ഊന എന്ന് ചേർക്കുക അല്ലെ, വാവിനൂനും ചേർക്കുക. ഊന, ഖാദിമുൻ്റെ കൂടെ ഊന ചേർത്ത് എന്താവും, ഖാദിമൂന. കിട്ടിയല്ലോ, കിട്ടി. ഇനി മറക്കരുതേ, ഏത് വാക്കായിക്കോട്ടെ പുല്ലിംഗമായിട്ടുള്ള വാക്കിൻ്റെ കൂടെ അതിൻ്റെ ജംഉ കിട്ടാൻ ചെയ്യേണ്ടത് ഖാദിമൂന എന്നാണ് കേട്ടോ. ഖാദിമിൻ്റെ കൂടെ ഊന ചേർത്താം. ഇവിടെ എന്തൊക്കെ, ജാലിസുൻ, ജാലിസൂന, ലാഇബുൻ, ലാഇബൂന, മുഅ്മിനുൻ, മുഅ്മിനൂന. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി ചിലപ്പോൾ നിങ്ങൾ നേരെ തിരിച്ചു തരും കേട്ടോ. എന്ത് തരാം, പിന്നെ ഇതിലില്ലാത്ത വാക്ക് ഏതാണ്? ഖാദിമൂന. ഒരു വാക്ക് തന്നു, ഈ വാക്ക് തന്നു. എന്നിട്ട് ഇതിൻ്റെ സിംഗുലർ മുഫ്രദ് കണ്ടെത്താൻ പറ, മുഫ്രദ് കണ്ടെത്താൻ പറ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലുള്ള ഈ ഊനണ്ട് ഒഴിവാക്കുക. ഒഴിവാക്കി അപ്പോൾ എന്തായി, ഊന ഒഴിവാക്കുക. ഖാദിമൂന ഒഴിവാക്കുക, എന്തായി, ഖാദിമുൻ. ഉണ്ടോ? കിട്ടിയല്ലോ, കിട്ടി. അപ്പോൾ എന്ത് മനസ്സിലായി? വാക്കുന്ന ഈ തായിൽ അവസാനിക്കാത്ത പുല്ലിംഗമായ വാക്കുകളുടെ ജംഉ കണ്ടെത്താൻ പ്ലസ് വാവ് നൂന് ചേർത്തിട്ട് പിന്നെ എഴുതുക. അതിൻ്റെ ജംഉ നിന്ന് തന്നെ സിംഗുലർ കിട്ടാൻ ചെയ്താൽ മതി. ആ വാവ് നൂന് ഊനാന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതാം. ഇനി നമുക്ക് ഇതിലേക്ക് വരാടാ. ഇതിലേക്ക് എന്താണ്, ഈ തായിൽ അവസാനിക്കുന്ന വാക്കിൻ്റെ ജംഉ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ജാലിസത്തുൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഈ തായിനെ ഒഴിവാക്കണം, ഈ തായിനെ കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്ലസ് അലിഫ് താഉൻ ചേർക്കണം. നോക്കാം. അപ്പോൾ ജാലിസത്തുൻ, ആ താ കട്ടപ്പോൾ ജാലിസ പ്ലസ് അലിഫ് താ. അപ്പം എന്താവും, ജാലിസ അല്ലേ, കട്ട് ചെയ്തു. പിന്നെ അലിഫും താഉം, ജാലിസാത്തുൻ. കണ്ടില്ലേ, ജാലിസത്തിൻ്റെ ജംഉ എന്താണ്, ജാലിസത്തിൽ ത് കട്ട് ചെയ്തു, എന്നിട്ട് അലിഫും താഉം ആത്തുൻ കൊടുത്തു. അപ്പോൾ ജാലിസാത്തുൻ അല്ലേ. ഇനി നമ്മൾ എന്ത് പഠില്ല, ലാഇബത്തുൻ, ലാഇബാത്തുൻ, ഖാദിമത്തുൻ, ഖാദിമാത്തുൻ. ഇങ്ങനെയാണ് ജംഉ ഉണ്ടാക്കുക. ഇനി നേരെ തിരിച്ച് ഇവിടെ അലിഫിലും തായിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗമായ ജംഉ തന്നു. അതിൻ്റെ സിംഗുലർ കണ്ടെത്താൻ എന്താ ചെയ്യണത്? അപ്പോൾ 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഈ ആത്തു എന്നുള്ളതിനെ കട്ട് ചെയ്യണം. അപ്പോൾ എന്താവും, മുഅ്മിന എന്ന മുഅ്മിനാത്തു എന്നുള്ളതിൻ്റെ ഈ ആത്തും കട്ട് ചെയ്ത് എന്താവും, മുഅ്മിന എന്നാവും. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്ലസ് ഈ താ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, മുഅ്മിനാത്തല്ലേ, അപ്പോൾ മുഅ്മിന, ഈ ആത്തും കട്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യണം, മുഅ്മിനത്തുൻ. ഉണ്ടോ, മുഅ്മിനത്തുൻ. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, സ്ത്രീലിംഗമായ വാക്കിൻ്റെ അവസാന തായിൽ അവസാനിക്കുന്ന ജംഉ കിട്ടാൻ അതിൻ്റെ കൂടെ അലിഫും താവും ആഡ് ചെയ്യുക. മുഅ്മിനാത്തുൻ, ഖാദിമാത്തും കിട്ടും. ഇനിയോ അവസാന അലിഫും തായിൽ ഉള്ള ജംഇൻ്റെ സിംഗുലർ കണ്ടെത്താൻ എന്ത് ചെയ്യണം, ആത്തുന്ന് ഒഴിവാക്കുക, ലാഇബാത്തും ഒഴിവാക്കിയിട്ട് പിന്നെ ത് കൊടുക്കുക. ലാഇബാത്തുൻ, ലാഇബത്തുൻ, ഖാദിമാത്തുൻ, ഖാദിമത്തുൻ, ജാലിസാത്തുൻ, ജാലിസത്തുൻ, മുഅ്മിനാത്തുൻ, മുഅ്മിനത്തുൻ. ഓക്കെ, വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക, എക്സാമിന് അടിപൊളിയായിട്ട് എഴുതുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.